കായ വറകൽ പരിപാടിയിലാണ്. കഴിഞ്ഞിട്ടില്ല ഇന്നത്തെ വിശേഷങ്ങളൊന്നും. രാത്രിയാണ് ഇവിടെ വിശേഷങ്ങൾ നടക്കാറുള്ളത്. ഇവർക്ക് ഓണം കാരണം ഇവർക്ക് ഇപ്പൊ റെസ്റ്റ് ഇല്ല. അതെ, കാരണം നമുക്ക് ഓർഡർ തരുന്നവരോട് നമുക്ക് മുഖത്ത് നോക്കിയിട്ട് അയ്യോ അതാണ് മെയിൻ കാരണം. അതാട്ടോ നമുക്കിപ്പോ നമ്മളിപ്പോ ലാഭം നോക്കിട്ടോ അല്ലെങ്കിൽ നമ്മള് പൈസ അങ്ങനെ നോക്കിയിട്ടുള്ള സംഭവമല്ല. മുത്തശ്ശി പണ്ട് തൊട്ടേ ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ തന്നെ അമ്മയും മുത്തശ്ശിയാണെങ്കിലും അയ്യോ പറ്റില്ലല്ലോ എന്ന് പറയാനുള്ളൊരു നമ്മളെപ്പോഴും കാണേണ്ടവരല്ലേ നിൽക്കുമ്പോഴേ, പിന്നെ അവർക്കും അവരുടെ വിശേഷ ദിവസം നല്ല ടേസ്റ്റുള്ള ഇതൊക്കെ വേണം എന്നൊക്കെ നമ്മളോട് ഇങ്ങനെ പറയും ചെയ്യും. അതെ, അപ്പൊ ഇതാ നമ്മളെ കാളൻ കുറുക്കിയതൊന്ന് കാണാം. കാളൻ കുറുക്കി വെച്ചതാണ് കേട്ടോ. അരച്ചു കൂട്ടാണ്ട് കാളൻ കുറുക്കി വെച്ചതാണ്. ഇനി ഇതൊക്കെ നോക്കിയതിന് ശേഷം വേണം കാളനെ അരയ്ക്കാനാകുമ്പോ. അതല്ലേ, ഇന്ന് കാളനെ അരച്ചിട്ട് ഉറങ്ങുക. അയ്യോ രാവിലെ നല്ല പണി വരും. അതുകൊണ്ട് മുത്തശ്ശി ഇപ്പൊ ചോറും പായസവും നോക്കും, ബാക്കിയൊക്കെ ഞാൻ ചെയ്യണ്ടേ. അതെ, സാമ്പാറും അവിയല് ഉപ്പേരി ഓലനൊക്കെ അമ്മ ഉണ്ടാക്കുക. രസം അതൊക്കെ അമ്മയായിട്ട് ഉണ്ടാക്കാറുള്ളത്. ഞാനേ നിൽക്കുന്ന സമയത്ത് പിന്നെ അവിടെ ഭക്ഷണം ഉണ്ടാക്കണല്ലോ. പിന്നെ അമ്മുള്ളോണ്ട് ഏതായാലും അതൊരു സൗകര്യം. പുട്ടുണ്ടാക്കിയമ്മു. അതെ, പുട്ടും ചെറുപയർ കൂട്ടാനും. പിന്നെ അതിന് നോക്കണ്ട. മറ്റെന്താ അറിയോ, അമ്മ വന്നിട്ടേ ഞാൻ കഴിക്കുള്ളൂ. അമ്മ ഇവിടെ ഇല്ലാത്ത സമയത്തൊക്കെ ഞാൻ എന്താ ചെയ്യാച്ചാല് ഇവിടെ ഇത് കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് ഉണ്ടാക്കും. അപ്പൊ നല്ല പണിയാണ് അത്. ഇത് പുതിയ മാക്സി ഇല്ലമ്മേ? അത് കുഴപ്പമില്ല അമ്മു, അറിയണ്ടാവില്ല. ഞാൻ ശ്രദ്ധിക്കണ്ട്. മല്ലിയൊക്കെ ഉണ്ട് അല്ലേ? ഇതൊക്കെ വറക്കാനുള്ളതാ. മഴ പെയ്തു. അതെ, മഴ പെയ്തു. മഴ പെയ്യുന്നു, മദ്ദളം കൂട്ടുന്നു. അതെ, അച്ഛനവിടെ സീറ്റോട്ടിൽ പാട്ട് കേട്ടിരിക്കുക. ഇവിടെ കായ വറുത്തത് കഴിഞ്ഞു അമ്മേ. ഇനിയിപ്പോ ഇതെന്താ അതും കൂടെ ഉണ്ട് ഇനി നുറുക്കാൻ. കുറച്ചധികം പണി ഉണ്ടായിരുന്നു. നാളെ പിന്നെ എത്ര ആളുടെ സദ്യ അമ്മേ? അതെ, അതാണിപ്പോ അമ്മയുടെ ആഗ്രഹവും. സന്തോഷം. കാല് ഭയങ്കര വേദനയാണ്. സമയം നമ്മള് നിൽക്കൊക്കെ ചെയ്യുമ്പോ കാല് കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ കണ്ടില്ലേ ഉണ്ട പോലെ കാലിന്റെ. അതാണ് മെയിൻ പ്രശ്നം. അപ്പൊ കുറെ സമയം നമ്മൾ അരയ്ക്കാനൊക്കെ നിൽക്കുമ്പോഴേ ഇങ്ങനെ നിൽക്കുകയല്ലേ, ഭയങ്കര വേദനയാണ്. ഇവിടെ പിന്നെ ഞാൻ ശരിക്കും ഉപയോഗിക്കാറില്ല. ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലമല്ലേ, അതുകൊണ്ട് ഞാന് എലിയ വിചാരിച്ചു സൗണ്ട് കേട്ടിട്ടേ. അപ്പൊ മുത്തശ്ശി മഴ വീണേന്റെ ഇങ്ങോട്ട് ഓടിയതാ. ഇതൊക്കെ ഇതിലാക്കണം അല്ലേ? ഇത് ചൂടാറാൻ വെച്ചതായിരുന്നു. അതെ അതെ. രാത്രി ഒരു 11 മണിയോളം ആവാറായിട്ടുണ്ടാവും കേട്ടോ. ഈ സമയത്തും ഇവിടെ കായ വറവൽ പരിപാടി സംഭവം, അതേപോലെ നാളത്തെ സദ്യക്കുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. അതിൻ്റെ കുറേ പണികളൊക്കെയാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കുറച്ച് ലേറ്റായിട്ടോ എണീക്കുമ്പോഴേക്കും, കാരണം നല്ല ലേറ്റായി കിടക്കാൻ. അപ്പോൾ ഇവരിതാ സദ്യ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അവിയലും അപ്പുറത്തത് അടുപ്പത്ത് ഓലനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. മുത്തശ്ശി പുളിയിഞ്ചി ഇഞ്ചിത്തേരൊക്കെ കൊണ്ടിങ്ങനെ വരിക. അത് ഇഞ്ചിത്തേരാണ് കേട്ടോ, അതൊക്കെ കൊണ്ട് വരികയാണ്. നോക്കട്ടെ കേട്ടോ ഞാന്. ഇന്നെന്തായാലും ആവുണ്ടാവില്ല.
കുറച്ചധികം പാഴ്സൽ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് അങ്ങാടിപ്പുറം വരെ പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾക്ക് കുറച്ചധികം പാഴ്സൽ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ കാർ ഒന്ന് ചെറുതായിട്ടൊന്ന് സർവീസ് ചെയ്യാൻ കൊടുത്തിട്ട് തിരിച്ച് വന്നിട്ട് അതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദ്യം അപ്പോഴത്തേക്കും കിങ്ങിണി മാമനൊക്കെ എത്തി. പിന്നെ ഇതാ അമ്മ ഞങ്ങൾ രണ്ടുപേരേ പോകണുള്ളൂ കേട്ടോ. കുറച്ചധികം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് 2-3 ഡെലിവറി ചെയ്തോടത്തേക്ക് സാധനം എത്തിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജെയ്മോളോടൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംഭവം എത്തിയിട്ടില്ല. ഞാനാണ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതിയത്. പക്ഷെ എന്തുകൊണ്ടാണ് ഡിലേ ആവണത് എന്ന് എനിക്ക് മനസ്സിലായില്ല. അതിൻ്റെ കൂടെ കൊടുത്ത 2 എണ്ണം വേറെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയി ചീത്ത വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുക. അമ്മ ഇറങ്ങുന്ന വീഡിയോ എടുക്കായിരുന്നു. കായ്പയ്ക്കല്ലേ ഏപ്പയ്ക്കല്ലേ? കായ്പയ്ക്കൊക്കെ എത്ര? കർഷക ചന്ത ഓണ സമൃദ്ധി. അത് വേണ്ട കേട്ടോ, അത് വെറുതെ ആണേ. കായ ഉണ്ടാവുന്നുണ്ടല്ലേ, നല്ലതാണ് കണ്ട. 40 കിലോ. അപ്പൊ 40 എടുക്കുമ്പോ കുറയെ വെച്ചോക്കൂ, ചോദിക്കൂ. അല്ലേ പിന്നെ അവിടെ പോയി നോക്കിട്ട് ഒന്ന് വരാം അല്ലേ? പുകയിടാത്ത അങ്ങനെ നമ്മുടെ ഏറാന്തോട് കൃഷിഭവനിൽ കർഷക ചന്ത വെച്ചിട്ടുണ്ട്. ഓണം സമൃദ്ധി എന്നൊക്കെയാണ് അതിൻ്റെ പേരൊക്കെ വെച്ചിരിക്കുന്നത്. പന്തലൊക്കെ ഇട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, നേന്ത്രക്കായ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. മുത്തശ്ശിയുടെ വറവ് ഇനിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഡെയിലി വറുത്തോണ്ടിരിക്കുക. ഞാൻ ചോദിക്കാൻ എന്നിട്ട് മുത്തശ്ശി ഇങ്ങനെ റെസ്റ്റ് എടുക്കാതെ അങ്ങനെ വറുത്തിട്ട് ഇത് എന്താ, ഇത് ഹോട്ടലാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. ചീത്ത പറയായിരുന്നു ഞാൻ കേട്ടോ. അത് കഴിഞ്ഞ് സാധനം വാങ്ങിക്കാനൊക്കെ കയറി. കഴിഞ്ഞോ? സാധനം കണ്ടോ? എന്താ എന്താ ചിരിക്കണെന്നോ? വെറുതെ പ്ലേറ്റ് ചവിട്ടര. ആ കഴിക്കാണ്. ഉപ്പുമാങ്ങ കഴിക്കാം നമുക്ക് ഉച്ചക്ക്. കാലിന്റെ 2 പേര് 6 4 കാലിന്റെ കുട്ടുക ഉരുളിയിൽ നിന്ന് ഗണപതി ഹോമത്തിന്റെ പ്രസാദം കഴിക്കുക. ഇതിനിവിടെ നമ്മൾ മാത്രമേ കഴിക്കുള്ളൂ. അതാണ് കേട്ടോ അങ്ങനെ കഴിക്കണത്. അങ്ങനെ ഉണ്ട്, നോക്കട്ടെ കേട്ടോ ന്യൂസ് എടുത്തിട്ട്. ആ ടേസ്റ്റ് ഉണ്ടോ? ഇത് നമ്മള് ദോശയുടെ കൂടെ ഒക്കെ കഴിക്കും കേട്ടോ. ആ ദോശയുടെ കൂടെ ഒക്കെ നമ്മള് കഴിക്കും. നാളെ വരെ ഇത് ചിലപ്പോ ഇരിക്കും. കുഞ്ഞാക്ക് ചിലപ്പോ ഇത് കൊടുത്തേക്കാ, ചിലപ്പോ ഇത് ഇഷ്ടണ്ടാവും. കൂട്ടാണ്ടാക്കാനുള്ള നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ടായില്ല, സാമ്പാർ പൊടി ഇട്ടിട്ടുള്ള ഉണ്ടാക്കണം. സാമ്പാർ പൊടി ഇട്ടിട്ടുള്ള കിഴങ്ങ് മസാലക്കറിയാണ്.
പക്ഷെ ഇതിന് സാമ്പാറിന് ടേസ്റ്റ് അല്ല, കാരണം പുളിയൊന്നും നമ്മൾ ഒഴിക്കുന്നില്ല. ഇത് പുട്ടിന് നല്ല ടേസ്റ്റ്. അതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കൂ കേട്ടോ. നമ്മളിതിന്റെ വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടേനും. നമ്മളെ ചോളം പുട്ടുപൊടി കഴിഞ്ഞു. അപ്പൊ നമ്മള് മുന്നേ വാങ്ങിച്ച നിറവറയുടെ പുട്ടുപൊടിയല്ല, കിച്ചൺ ട്രഷേഴ്സോ ഏത്, ഈ പുട്ടുപൊടി എന്താ പറയാ കുറച്ച് ബാക്കിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ. നിങ്ങളെ നാട്ടിൽ ഇന്ന് മഴയുണ്ടോ പറയൂ. ഇവിടെ അതാ ഗംഭീര മഴയാ. പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് കുറച്ച് അധികം വറുത്ത ഉപ്പേരി കൊടുക്കാൻ വേണ്ടി നമ്മൾ ഗ്യാസ് ഹൗസിൽ ഓമൻ ചേച്ചിയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനും മുത്തശ്ശിയും പെരുന്തമണ്ണ ടൗണിൽ കൂടെ അങ്ങനെ പോവുകയാണ്. നമ്മൾ ഇവിടുന്നാണ് പണ്ട് തൊട്ടേ ഹോൾസെയിലായിട്ട് സാധനങ്ങളെല്ലാം വീട്ടിലേക്കുള്ളതും ഒക്കെ വാങ്ങിക്കാറുള്ളത്. അല്ലറ ചില്ലറൊക്കെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കും. ഇങ്ങനെ ഈ കാറ്ററിങ്ങിനുള്ളതും അതുപോലെ തന്നെ മുത്തശ്ശി വീട്ടിലേക്കൊക്കെ ഉള്ളതൊക്കെ അധികവും ഇവിടുന്നാണ് വാങ്ങിക്കാറുള്ളത്. ഇത് നമ്മൾ കിഴക്കേതിലാണ് പെരിന്തൽമണ്ണയുള്ളത്. ഇതിപ്പോൾ പുതിയ നല്ല ഭംഗിയാക്കിയിട്ട് നല്ല സെറ്റപ്പായിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ജീരക മിഠായി കണ്ടപ്പോൾ മുത്തശ്ശിക്കുട്ടിക്ക് ഒരു കൊതി. അമ്മു ഇത് വേണോ, നമുക്ക് വാങ്ങിച്ചാലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇപ്പം വേണോ മുത്തശ്ശിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ പറഞ്ഞു. അത് കഴിയുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക. ഇനിയിപ്പോൾ വാങ്ങിച്ചോന്ന് എനിക്ക് ഓർമ്മ കിട്ടണില്ല കേട്ടോ. ഇല്ലേ തോന്നുന്നുണ്ടോ. മുത്തശ്ശി ബിഗ് ഷോപ്പറും പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ്, എന്താ ഇനി അടുത്തത് വേണ്ടത് നോക്കിയിട്ട്. പക്ഷേ ലീസ്റ്റ് നമ്മൾ നേരത്തെ തന്നെ വിളിച്ച് പറയുക കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടുത്തെ ചേട്ടന്മാരൊക്കെ പറയുന്നുണ്ട് ഞങ്ങളെ വീഡിയോ എടുത്തില്ലേ ഞങ്ങളെ വീഡിയോയിൽ കാണിക്കണം കേട്ടോ എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ നല്ല സപ്പോർട്ടാണ് കേട്ടോ. ഇന്ന് നമ്മളുടെ റീൽസ് ആണെന്നുണ്ടെങ്കിലും ഇൻസ്റ്റയിലെ വീഡിയോ ആണെന്നുണ്ടെങ്കിലും ഒക്കെ കാണാറുണ്ട് എന്ന് പറഞ്ഞു. ഇത് കായപ്പയ്ക്ക കൊണ്ടാട്ടമാണ് കേട്ടോ. മുത്തശ്ശിയുടെ അടുത്തൊക്കെ തീരാറായി കേട്ടോ കായപ്പയ്ക്ക കൊണ്ടാട്ടം. കഴിഞ്ഞ ദിവസം അമ്മ 4 ദേശത്തിൻ്റെ അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ചെമ്മാണിയോട് പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇതാ നല്ല ഫ്രഷ് ആയിട്ടുള്ള നമ്മളെ പയറില്ലേ, ആ പയറാണ് കേട്ടോ. നമ്മൾ രജമക്കറിയൊക്കെ ഉണ്ടാക്കുന്ന പയറാണ്. പിന്നെ കുറേ അധികം സ്പൈസസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ ഇതാ റാഗി, സേമിയ വറുത്തതൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ വറുത്ത സേമിയ ഉണ്ട്, അതുപോലെ റാഗി ഉണ്ട്, മുത്താറി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഗോതമ്പ്, എല്ലാ സാധനങ്ങളും ഞാൻ കണ്ടുകഴിഞ്ഞപ്പോൾ ഇവിടെ ഒന്നും ഇല്ലാത്തതില്ലല്ലോ എന്ന് ആലോചിച്ച് പോയിട്ടോ. അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാണ്. ഇപ്പോൾ പെരിന്തൽമണ്ണ അറിയാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോൾസെയിലായിട്ടുള്ള റേറ്റ് ഇവർ എടുക്കണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും നല്ല ലാഭമല്ലേ. അപ്പോൾ സ്പൈസസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ മുത്തശ്ശി ഇങ്ങനെ നടന്നു പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാകും ഫ്രൂട്ട്സ് വാങ്ങിക്കാനാണോ എന്ന്. അല്ല, ഫ്രൂട്ട്സ് വാങ്ങിക്കാനല്ല. ഇത് നമ്മൾ പുളിയിഞ്ചി നമ്മൾക്ക് ഓണത്തിന് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബോട്ടിൽ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹെയർ ഓയിലിനും കുറച്ച് ബോട്ടിൽ കമ്മി മീൻസ് കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുള്ള ബോട്ടിൽസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങളിതാ പെരിന്തൽമണ്ണയ്ക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ കിഴക്കേതിലിൻ്റെ കുറച്ചടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ 2 രൂപ 4 രൂപ 5 രൂപയൊക്കെ ഉള്ളൂ കേട്ടോ. ഇവിടെ കുഞ്ഞു ബോട്ടിൽസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റേറ്റിന് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പുളിയിഞ്ചി വെക്കാൻ 1/4 കിലോൻ്റെ ഒരു ഡപ്പ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു 10-50 വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ബിഗ് ഷോപ്പറിൽ കൊള്ളണ രീതിയിലേക്ക് എല്ലാ സാധനങ്ങളും നമ്മൾ അവിടെ നിന്ന് തന്നെ കുപ്പിയൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നന്നായിട്ട് മഴ പെയ്തപ്പോൾ ആ ചേട്ടൻ ആ ഒരു അപ്പൂപ്പൻ പറഞ്ഞു ഇങ്ങോട്ട് കയറി നിന്നോളൂ എന്ന് പറഞ്ഞു കേട്ടോ. അത് കഴിയുമ്പോൾ നമ്മളിത് നാരങ്ങ അതുപോലെ വടുകപ്പുളി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ നെല്ലിക്ക കണ്ടു. ഞാൻ ഇപ്പോൾ വീഡിയോ കാണുമ്പോഴാണ് ഓർക്കണത്, അയ്യോ നെല്ലിക്ക വാങ്ങിക്കായിരുന്നു, അത് മറന്നു. നല്ല മഴയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് മുത്തശ്ശി വടുകപ്പുളി നാരങ്ങയ്ക്കുള്ള നാരങ്ങ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇത് ചെറിയൊരു കയ്പുണ്ടോ എന്നൊരു സംശയം നമുക്ക് തോന്നി. പിന്നെ വീട്ടിൽ വന്ന് ഇത് കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലായത് കേട്ടോ. ചെറിയൊരു കയ്പുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മൾ അതിനനുസരിച്ച് കൂട്ടും, കായം ഉപ്പും ഒക്കെ വരുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ വരുന്നുണ്ട്. പക്ഷേ വലിയ സുഖമില്ലാത്തൊരു നാരങ്ങയായിരുന്നു നമുക്ക് ഇത്തവണ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മളടുത്ത് തന്നെ ഉള്ളൊരു കടയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, വേറെ കുറച്ച് 3-4 നാരങ്ങ എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല നാരങ്ങയായിരുന്നു കേട്ടോ. ഇത് ചെറിയൊരു കയ്പിന് ഇപ്പോൾ നാരങ്ങ എത്ര വലിയ സുഖമില്ലാത്ത നാരങ്ങയാണോ എന്ന് അറിയില്ല, അതുകൊണ്ടാണോ എന്ന് അറിയില്ല കേട്ടോ. 60 രൂപയോ 70 രൂപയൊക്കെ ഉള്ളൂ. നിങ്ങൾ ഇതേപോലെ മാർക്കറ്റിലൊക്കെ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ടോ? നിങ്ങളെ നാട്ടിലും കൃഷിഭവൻ അങ്ങനെ ഓണച്ചന്ത സംഭവങ്ങളൊക്കെ സെറ്റൊക്കെ ഇട്ട് തുടങ്ങിയോ? അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയൊക്കെയാണ് ഓണം എല്ലാവരും ആഘോഷിക്കണത്? ഇനിയിപ്പോൾ 2-3 ദിവസം കൂടിയല്ലേ ഉള്ളൂ. മുത്തശ്ശി ബിഗ്
ഷോപ്പർ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മുത്തശ്ശീനെ ഓർമ്മിപ്പിച്ചായിരുന്നു. കാരണം എൻ്റെ കയ്യിലൊരു കുടയുണ്ട്, പിന്നെ ഫോണും, മുത്തശ്ശി നടക്കുന്നതും മുത്തശ്ശി എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളതൊക്കെ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ കാണണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം മുത്തശ്ശിക്ക് ഒരു 50ഓളം നാളികേരം വാങ്ങിക്കാണ്ടായിരുന്നു. നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ എണ്ണ, നാളികേരം സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുള്ളത്. ഇവിടെ ചക്കിലാട്ടിയ എണ്ണയൊക്കെ കിട്ടും, അതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള നാളികേരവും കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ മൊത്തമായിട്ട് വാങ്ങിക്കാറുള്ളത് പെരുന്തൽമണ്ണ അങ്ങനെ ടൗണിൽ വന്നിട്ട് ഇവിടുന്ന് വാങ്ങിക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കും. ഇനി അരി വാങ്ങിക്കാണ്ട്, പിന്നെ പലചരക്ക് കിഴക്കേതിൽ നിന്ന് എടുക്കാണ്ട്, പിന്നെ നമുക്കൊരു 20 കിലോളം മുത്തുമണിയുടെ അരി വേണമായിരുന്നു കേട്ടോ. മുത്തുമണിയല്ല, മണിമുത്ത് അരി. മുത്തശ്ശി മണിമുത്താട്ടോ വാങ്ങിക്കാറുള്ളത്. നല്ല ഉണ്ട അരിയാണ് കേട്ടോ. അതാണ് മുത്തശ്ശി സദ്യക്കൊക്കെ കൊടുക്കാറുള്ളതും. കുഴപ്പമില്ല, നല്ല അരിയാണ്. പക്ഷേ എനിക്ക് ഇത്രയും കൂടെ ഇഷ്ടം നീളം ഉള്ളൊരു ടൈപ്പ് അരിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് അരിയാണ് ചോറുണ്ണാൻ, മാമുണ്ണാൻ ഏതരി ഇഷ്ടം എന്നുള്ളതൊക്കെ ഒന്ന് പറയൂ കേട്ടോ. അതിനുശേഷം ഈ ചേട്ടൻ പറയാം, ക്യാമറാമാനാണല്ലേ, അപ്പോൾ നിങ്ങളാണല്ലേ എല്ലാം ഷൂട്ട് ചെയ്യാറൊക്കെ ഉള്ളത്, നന്നാവാറുണ്ട് കേട്ടോ, വ്ളോഗൊക്കെ കാണാറുണ്ട്, നല്ല രസമുണ്ട് നിങ്ങളെ വ്ളോഗൊക്കെ കാണാൻ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി. അത് കഴിഞ്ഞ് കിഴക്കേതിലേക്ക് പിന്നെയും പോയി അവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്തുനിന്ന് ഫുൾ ഓട്ടായിരുന്നു. വീണു നാളികേരം ചെറുതായിട്ടൊന്ന് വീണു, അതാണ്. മുത്തശ്ശി